എല്ലാവരും അടുത്ത ക്വസ്റ്റ്യൻ നോക്കുക. അടുത്ത ക്വസ്റ്റ്യൻ ഇതാണ്. 2x plus 3y equal to 2340. അടുത്തത് 3x plus 2y equal to 2 minus 2 minus 1 5. അപ്പൊ ഇതെങ്ങനെ സോൾവ് ചെയ്യാം? ഇത് നോക്കുമ്പോൾ നിങ്ങൾ ആഡ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ 2x plus 3x 5x, 3y plus 2y 5y അവിടെ ഒന്ന് ക്യാൻസൽ ചെയ്ത് പോലും. സബ്ട്രാക്ട് ചെയ്ത് കഴിഞ്ഞാൽ 2x minus 3x minus x, 3y minus 2y minus plus y. അപ്പൊ അവിടെ ഒന്ന് ക്യാൻസൽ ചെയ്ത് പോലും. അപ്പൊ എങ്ങനെയാണ് ഈ ടൈപ്പ് പ്രോബ്ലംസ് ചെയ്യുന്നത്? ഇമ്പോർട്ടന്റ് ക്വസ്റ്റ്യൻസ് ആണ്. അപ്പൊ ഈ ടൈപ്പ് പ്രോബ്ലം നമ്മൾ സാധാ ഇക്വേഷനിൽ എങ്ങനെയാണ് ചെയ്യുന്നത്? ഇപ്പൊ 2x plus 3y equal to 5, 3x plus 2y equal to 4. എങ്ങനെയാണ് ഈ ടൈപ്പ് പ്രോബ്ലം ചെയ്യുന്നത്? നമ്മൾ ഇതിന് ഇക്വേഷൻ 1 എന്ന് എടുക്കും, ഇതിന് ഇക്വേഷൻ 2 എന്ന് എടുക്കും. ഏതെങ്കിലും ഒരെണ്ണത്തിന്റെ കോഎഫിഷ്യന്റ് ആദ്യം നമ്മൾ സെയിം ആക്കും. ഒന്നുകിൽ എക്സിന്റെ കോഎഫിഷ്യന്റ് സെയിം ആക്കും, അല്ലെങ്കിൽ വൈന്റെ കോഎഫിഷ്യന്റ് സെയിം ആക്കും. ഞാനിപ്പോ എക്സിന്റെ കോഎഫിഷ്യന്റ് സെയിം ആക്കുവാണെങ്കിൽ 2 ഉണ്ട്, ഇവിടെ 3 ഉണ്ട്. നമുക്ക് ഏതാക്കാം ആദ്യം? അതിനെ രണ്ടിനെയും 6 ആക്കാൻ പറ്റും, ശരിയല്ലേ? ഇതിന് നമ്മൾ എന്തുകൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം? 3 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം ഫുൾ. ഇതിന് നമ്മൾ എന്തുകൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം? 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം ഫുൾ. അപ്പൊ എക്സിന്റെ കോഎഫിഷ്യന്റ് സെയിം ആവത്തില്ലേ? പിന്നെ സബ്ട്രാക്ട് ചെയ്താൽ മതി. അതായത് ഇക്വേഷൻ 1 into 3, 2x into 3 എന്ന് പറഞ്ഞാൽ 6x പ്ലസ് 3y into 3 എന്ന് പറഞ്ഞാൽ 9y. എല്ലാത്തിനെയും മൾട്ടിപ്ലൈ ആണ് 3 കൊണ്ട്, എല്ലാത്തിനെയും ലെഫ്റ്റ് സൈഡ് റൈറ്റ് സൈഡ്. 5 into 3 എന്ന് പറഞ്ഞാൽ 15. ഇനി അടുത്തത് ഇക്വേഷൻ 2 into ഈ 3x നെ 6x ആക്കാനായിട്ട് എത്ര കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം? 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. ഇപ്പൊ ഇക്വേഷൻ 2 into 2. ഇപ്പൊ 3x into 2 എന്ന് പറഞ്ഞാൽ 6x പ്ലസ് 2 into 2y എന്ന് പറഞ്ഞാൽ 4y ഈക്വൽ ടു 4 into 2 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 8. ഇനി നിങ്ങൾ ഇത് സബ്ട്രാക്ട് ചെയ്താൽ മതി. ഇത് മൈനസ്, ഇത് മൈനസ്, ഇത് മൈനസ്. ഇനി സബ്ട്രാക്ട് ചെയ്യുമ്പോൾ എക്സ് അങ്ങ് പോകും. 6x മൈനസ് 6x അങ്ങ് പോകും. അതുപോലെ സെയിം തന്നെയാണ് ഇവിടെയും ചെയ്യേണ്ടത്. നിങ്ങൾ ഇതിന് ഇക്വേഷൻ നമ്പർ 1 എന്ന് എടുക്കുക, ഇതിന് ഇക്വേഷൻ നമ്പർ 2 എന്ന് എടുക്കുക. ഇവിടെ 2x, ഇവിടെ 3x. അപ്പൊ നിങ്ങൾ ആദ്യത്തെ ഇക്വേഷനെ നിങ്ങൾ 3 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യും. അപ്പൊ 2x എന്തായി മാറും? 6x ആയി മാറും. രണ്ടാമത്തെ ഇക്വേഷന് നിങ്ങൾ എത്ര കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം? രണ്ടാമത്തെ ഇക്വേഷന് നിങ്ങൾ 3x ആണ്, അതിനെ 6x ആക്കാനായിട്ട് എത്ര കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം? 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. അത്ര മാത്രമേ ഉള്ളൂ. അപ്പൊ എന്തായി മാറും? 2x into 3 എന്ന് പറഞ്ഞാൽ 6x പ്ലസ് 3y into 3 എന്ന് പറഞ്ഞാൽ 9y, എക്സ് ക്യാപിറ്റലാണ്, എല്ലാ മെട്രിക്സ് ആണ്. 9y ഈക്വൽ ടു ഇവിടെയും 3 കൊണ്ട് എല്ലാത്തിനും മൾട്ടിപ്ലൈ, സ്കെയിലാർ മൾട്ടിപ്ലിക്കേഷൻ ആണ്. 3 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ എല്ലാത്തിനെയും 3 കൊണ്ട് മൾട്ടിപ്ലൈ ആണ്. അപ്പൊ 2 into 3 6, 3 into 3 9, അടുത്തത് 4 into 3 12, അടുത്തത് 0. അടുത്ത ഇക്വേഷൻ 2 നെ 2 കൊണ്ട് മൾട്ടിപ്ലൈ. 3x into 2 എന്ന് പറഞ്ഞാൽ 6x പ്ലസ് 2y into 2 എന്ന് പറഞ്ഞാൽ 4y ഈക്വൽ ടു ഇവിടെ എല്ലാ എലമെന്റിനെയും 2 കൊണ്ട് മൾട്ടിപ്ലൈ. 2 into 2 4, minus 2 into 2 minus 4, minus 1 into 2 minus 2, 5 into 2 10. ഇനി രണ്ടുകൂടെ സബ്ട്രാക്ട് ചെയ്യും. ഇതിനെ വേണമെങ്കിൽ ഇക്വേഷൻ 4 എന്ന് വിളിക്കുക, 3 എന്ന് വിളിക്കുക. ഇതിന് ഇക്വേഷൻ 4 എന്ന് വിളിക്കുക. ഇക്വേഷൻ 3 മൈനസ് ഇക്വേഷൻ 4 ചെയ്യും. ഇക്വേഷൻ 3 മൈനസ് ഇക്വേഷൻ 4 ചെയ്യും. ഇത് മൈനസ്, ഇത് മൈനസ്, ഇത് മൈനസ്. 6x മൈനസ് 6x അവിടെ എന്തായി പോകും? 0 ആയി പോകും. അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഇതെല്ലാം ചെയ്തത്. എക്സിന്റെ കോഎഫിഷ്യന്റ് സെയിം ആക്കിയത്. 6x മൈനസ് 6x പോകും. 9y മൈനസ് 4y എന്തെന്ന് വരും? 5y ഈക്വൽ ടു ഇതും കുറയ്ക്കും. ഇത് കുറയ്ക്കുമ്പോൾ നിങ്ങൾക്ക് ഒരു മെട്രിക്സ് കിട്ടും. ഇൻറ്റു 5 ഈക്വൽ ടു അപ്പുറത്ത് പോകുമ്പോൾ എന്തായി മാറും? 1/5 ആയി മാറും. 1/5 ഇൻറ്റു ഒരു മെട്രിക്സ് 1/5 കൊണ്ട് ഓരോന്നിനും മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ വൈയുടെ വാല്യൂ നിങ്ങൾക്ക് കിട്ടും. വൈയുടെ വാല്യൂ കിട്ടിക്കഴിഞ്ഞാൽ ഏതെങ്കിലും ഒരെണ്ണത്തിൽ, ഒന്നിൽ ഇതിൽ അല്ലെങ്കിൽ ഇതിൽ വൈയുടെ വാല്യൂ കൊടുക്കുമ്പോൾ നിങ്ങൾക്ക് എന്തിന്റെ വാല്യൂ കിട്ടും? എക്സിന്റെ വാല്യൂ കിട്ടും. അപ്പോൾ ബാക്കി നിങ്ങൾ ഹോംവർക്ക് ആയിട്ട് ചെയ്യും. ഞാനിത് എങ്ങനെയായിരിക്കും ചെയ്യുന്നതെന്നായിരിക്കും ഞാൻ പറഞ്ഞിരുന്നത്. ബാക്കിയെല്ലാം നിങ്ങൾ ഹോംവർക്ക് ആയിട്ട് വേണം ചെയ്യാനായിട്ട്. അപ്പോൾ ഇത് നിങ്ങൾക്ക് ഹോംവർക്കാണ്. ബാക്കി അടുത്തത് ക്വസ്റ്റ്യൻ എത്രാമത്തെ ക്വസ്റ്റ്യൻ ആണ്? 8ാമത്തെ ക്വസ്റ്റ്യൻ. ഫൈൻഡ് എക്സ് ഇഫ് y ഈക്വൽ ടു 3 2 1 4. 2x പ്ലസ് y ഈക്വൽ ടു എത്ര തന്നിട്ടുണ്ട്? 1 0 മൈനസ് 3. സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ്. എക്സ് കണ്ടുപിടിക്കാനാണ്. y തന്നിട്ടുണ്ട്. ഇതിലാണ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യും. 2x പ്ലസ് വൈയുടെ വാല്യൂ എന്താണ്? y എന്ന് പറയുന്നത് എന്താണ്? 3 2 1 4 ഈക്വൽ ടു 1 0 മൈനസ് 3. ഇനി
ഈ മെട്രിക്സിന് അപ്പുറത്ത് കൊണ്ടുപോകും. അപ്പൊ ഇത് പ്ലസ് അപ്പുറത്ത് പോകുമ്പോൾ എന്തായി മാറും? 2x ഈക്വൽ ടു പ്ലസ് അപ്പുറത്ത് പോകുമ്പോൾ മൈനസ് ആയി മാറും. അപ്പൊ 1 0 മൈനസ് 3 2 പ്ലസ് അപ്പുറത്ത് പോകുമ്പോൾ മൈനസ് ഏതാണ് 3 2 1 4. ഇനി നിങ്ങൾ ഇത് കുറയ്ക്കുക, എന്നിട്ട് ഇൻറ്റു 2 ഈക്വൽ ടു അപ്പുറത്ത് പോകുമ്പോൾ എന്തായി മാറും? 1/2. എന്നിട്ട് 1/2 അകത്തേക്ക് മൾട്ടിപ്ലൈ ചെയ്താൽ അവിടത്തോടെ ആൻസർ കഴിയും. അപ്പൊ ബാക്കി നിങ്ങൾ ഹോംവർക്ക് ആയിട്ട് ചെയ്യും. അപ്പൊ ബാക്കി എല്ലാത്തിലും ഒരു 1-2 സ്റ്റെപ്പ് വരുന്നുണ്ട്. അത് നിങ്ങൾ ഹോംവർക്ക് ആയിട്ട് വേണം ചെയ്ത് എനിക്ക് അയച്ചു തരണം. ഇതാണ് നിങ്ങളുടെ ഹോംവർക്ക്, അല്ലാതെ ഒരു ഹോംവർക്ക് തരില്ല. അപ്പൊ ഇതൊക്കെ ആയിരിക്കും നിങ്ങളുടെ ഹോംവർക്ക് എന്ന് പറയുന്നത്. ബാക്കി 1-2 സ്റ്റെപ്പ് നിങ്ങൾക്ക് ഹോംവർക്ക് ആയിട്ട് വരും. അത് നിങ്ങൾ കംപ്ലീറ്റ് ചെയ്യണം അവിടെ പറയാം. ഇനി അടുത്ത ക്വസ്റ്റ്യൻ 9ാമത്തെ ക്വസ്റ്റ്യൻ എടുക്കും. 9ാമത്തെ ക്വസ്റ്റ്യനില് പറഞ്ഞിരിക്കുന്നത് എക്സും വൈയും കണ്ടുപിടിക്കണം. അത് സ്മോൾ എക്സും സ്മോൾ വൈ ആണ്. അപ്പൊ തന്നെ മനസ്സിലാക്കണം അത് കോൺസ്റ്റന്റ് ആണ്. 2 × 1 3 0 x പ്ലസ് y 0 1 2 ഈക്വൽ ടു 5 6 1 8. ഈ എക്സും വൈ എന്ന് പറയുന്ന കോൺസ്റ്റന്റ്സ് ആണ്, മെട്രിക്സ് അല്ല. സ്മോൾ എക്സും സ്മോൾ വൈ ആണ്, കോൺസ്റ്റന്റ്സ് ആണ്. അപ്പൊ ഇത് സ്കെയിലർ മൾട്ടിപ്ലിക്കേഷൻ അല്ലേ? അപ്പൊ സ്കെയിലർ മൾട്ടിപ്ലിക്കേഷൻ ആകുമ്പോ 2 ഉണ്ട്, ഇതിനെ മൾട്ടിപ്ലൈ 2 × 1 2 2 × 3 6 2 × 0 0 2 × x 2x പ്ലസ് y 0 1 2 ഈക്വൽ ടു 5 6 1 8. ഇനി നിങ്ങൾ ഇത് രണ്ടും ആഡ് ചെയ്യാതെ 2 പ്ലസ് വൈ എന്ന് പറഞ്ഞാൽ 2 പ്ലസ് വൈ, 6 പ്ലസ് 0 എന്ന് പറഞ്ഞാൽ 6, 0 പ്ലസ് 1 എന്ന് പറഞ്ഞാൽ 1, 2x പ്ലസ് 2 ഈക്വൽ ടു 5 6 1 8. ഇനി ബാക്കി നിങ്ങൾക്ക് ചെയ്യാന്നേ ഉള്ളൂ. ഇതിനെ ഇക്വേറ്റ് ചെയ്യുക. ഇത് ഈക്വൽ ടു ഇത് ഈക്വൽ ടു ഇത്. ബാക്കി രണ്ട് സെയിം അല്ലേ? ഇത് സെയിം ആണ്, ഇത് സെയിം ആണ്, ഓൾറെഡി സെയിം തന്നെയാണ്. ഇതിനെ ഈക്വേറ്റ് ചെയ്യുക, ഇതിനെ ഈക്വേറ്റ് ചെയ്യുക. നിങ്ങൾക്ക് എന്തിന്റെ വാല്യൂ കിട്ടും? എക്സിന്റെ വാല്യൂ വൈന്റെ വാല്യൂ കിട്ടും. ബാക്കി നിങ്ങൾ ഹോംവർക്ക് ആയിട്ട് ചെയ്യും. ബാക്കി ഭാഗം ഹോംവർക്ക് ആയിട്ട് ചെയ്യും. അടുത്തത് 10ാമത്തെ ക്വസ്റ്റ്യൻ എടുക്കും. 10ാമത്തത് ഇതുപോലത്തെ ക്വസ്റ്റ്യൻ തന്നെയാണ്. 10ാമത്തെ ഹോംവർക്ക് ആയിട്ട് ചെയ്യും. 11 ഇതുപോലത്തെ തന്നെയാണ്. 11 ഹോംവർക്ക് ആയിട്ട് ചെയ്യും. 11 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ x × 2 3 പ്ലസ് y × -1 1 ഈക്വൽ ടു 10 5 എന്നൊക്കെ തന്നിട്ടുണ്ട്. സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ്. സ്കെയിലർ മൾട്ടിപ്ലിക്കേഷൻ ആണ്. സ്മോൾ എക്സ് ആണ്, സ്മോൾ വൈ ആണ്. അപ്പൊ x × 2 2x, x × 3 3x പ്ലസ് സ്മോൾ വൈ ആണ്, സ്കെയിലർ മൾട്ടിപ്ലിക്കേഷൻ ആണ്. y × -1 -5, y × 1 y ഈക്വൽ ടു 10 5. അപ്പോ ആഡ് ചെയ്യാൻ 2x പ്ലസ് -5 2x -5 3x പ്ലസ് y 3x പ്ലസ് y ഈക്വൽ ടു 10 5. അപ്പൊ 2x - y ഈക്വൽ ടു 10, 3x പ്ലസ് y ഈക്വൽ ടു 5. ആ രണ്ട് ഇക്വേഷൻ സോൾവ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് എന്ത് കിട്ടും? എക്സിന്റെയും വൈന്റെയും വാല്യൂ കിട്ടും. 2x - y ഈക്വൽ ടു 10, 3x പ്ലസ് 5 ഈക്വൽ 3x പ്ലസ് y ഈക്വൽ ടു 5. സോൾവ് ചെയ്യാനായിട്ട് ആ -y ഉണ്ട് പ്ലസ് 5 ഉണ്ട്. രണ്ടും കൂടെ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ -y പ്ലസ് 5 0 ആയി പോകില്ലേ? ഇപ്പൊ രണ്ടും കൂടെ ആഡ് ചെയ്യാം. അപ്പൊ 2x പ്ലസ് 3x എന്ന് പറഞ്ഞാൽ 5x ഈക്വൽ ടു 10 പ്ലസ് 5 എന്ന് പറഞ്ഞാൽ 15. ഈ സ്റ്റെപ്പ് ഒക്കെ എല്ലാം എഴുതി x സോൾവ് ചെയ്ത് എക്സും y സോൾവ് ചെയ്ത് എനിക്ക് ഹോംവർക്ക് ആയിട്ട് ബാക്കിയായിരിക്കും. അതാണ്. ഇനി അത് കഴിഞ്ഞു. ഇനി 12ാമത്തെ ക്വസ്റ്റ്യൻ ഫൈൻഡ് ദ വാല്യൂ ഓഫ് x. അത് നിങ്ങൾക്ക് ഹോംവർക്ക് ആയിട്ട് ചെയ്യാവുന്നതാണ്. 12 ഹോംവർക്ക് ആയിട്ട് ചെയ്യാം. സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ് 12. അടുത്ത 13ാമത്തെ ക്വസ്റ്റ്യൻ എടുക്കും. 13 എടുക്കും. പതിമൂന്നാമത്തെ ക്വസ്റ്റ്യൻ f of x ഈക്വൽ ടു cos x minus sin x 0 sin x cos x 0 0 0 1. Find so that f of x into f of y equal to f of x into f of y is equal to f of x plus y എന്നാണ് പറഞ്ഞിട്ടുള്ളത്. ഇതാണ് പ്രൂവ് ചെയ്യേണ്ടത്. അപ്പൊ നിങ്ങൾ ആദ്യം LHS എടുക്കും. LHS equal to f of x into f of y.
എഫ് ഓഫ് എക്സ് ഇൻറ്റു എഫ് ഓഫ് വൈ. എഫ് ഓഫ് എക്സ് ചോദ്യത്തിൽ തന്നിട്ടുണ്ട്. എഫ് ഓഫ് വൈ കണ്ടുപിടിക്കാൻ നോക്കി. എഫ് ഓഫ് എക്സിൽ എക്സിന് പകരം വൈ കൊടുത്താൽ പോലെ എഫ് ഓഫ് വൈ കണ്ടുപിടിക്കാനായിട്ട് എഫ് ഓഫ് എക്സ് തന്നിട്ടുണ്ട്. ഈ എക്സിന് പകരം ഇവിടെ വൈ ആണ് വന്നിരിക്കുന്നത്. അപ്പൊ ഇവിടത്തേക്ക് എക്സിന് പകരം നിങ്ങൾ എന്ത് കൊടുത്താൽ മതി? വൈ കൊടുത്താൽ മതി. അപ്പൊ എഫ് ഓഫ് എക്സ് തന്നിട്ടുണ്ടെങ്കിൽ എഫ് ഓഫ് വൈ എഴുതാനായിട്ട് എക്സിന് പകരം വൈ കൊടുക്കുക. കോസ് എക്സ് എന്തായി മാറും? കോസ് വൈ. മൈനസ് സൈൻ എക്സ് എന്തായി മാറും? മൈനസ് സൈൻ വൈ. 0 സൈൻ വൈ കോസ് വൈ 0 0 0 1 എന്ന്. അപ്പൊ നമുക്ക് എന്ത് കിട്ടി? എഫ് ഓഫ് വൈ കിട്ടി. ഇനി രണ്ടും കൂടെ മൾട്ടിപ്ലൈ എന്നാണ് എൽ എച്ച് എസ് എന്ന് പറയുന്നത്. അപ്പൊ എൽ എച്ച് എസ് ഈക്വൽ ടു രണ്ടും കൂടെ മൾട്ടിപ്ലൈ. ആദ്യത്തെ എന്താണ്? കോസ് എക്സ് മൈനസ് സൈൻ എക്സ് 0 സൈൻ എക്സ് കോസ് എക്സ് 0 0 0 1 ഇൻറ്റു കോസ് വൈ മൈനസ് സൈൻ വൈ 0 സൈൻ വൈ കോസ് വൈ 0 0 0 1. ഇത് മൾട്ടിപ്ലൈ ചെയ്യുമ്പോ ഫസ്റ്റ് റോ ഫസ്റ്റ് കോളം. ഇതുപോലെ കുറെ പേര് മൾട്ടിപ്ലിക്കേഷൻ തെറ്റിക്കുന്നുണ്ട്. ഫസ്റ്റ് റോ എടുക്കുക. ഫസ്റ്റ് റോ ഫസ്റ്റ് കോളം. കോസ് എക്സ് ഇൻറ്റു കോസ് വൈ. കോസ് എക്സ് കോസ് വൈ. അടുത്ത സൈൻ പ്ലസ് ആണ്. പ്ലസ് മൈനസ് സൈൻ എക്സ് ഇൻറ്റു സൈൻ വൈ. മൈനസ് സൈൻ എക്സ് സൈൻ വൈ. ഇതിവിടെ എഴുതാൻ സ്ഥലമില്ല. ഞാനത് കുറച്ച് നീക്കി എഴുതാം. അപ്പോ ഇത് നോക്ക. ഫസ്റ്റ് റോ ഫസ്റ്റ് കോളം മൾട്ടിപ്ലൈ. കോസ് എക്സ് ഇൻറ്റു കോസ് വൈ. കോസ് എക്സ് കോസ് വൈ മൈനസ് സൈൻ എക്സ് ഇൻറ്റു സൈൻ വൈ പ്ലസ് മൈനസ് സൈൻ എക്സ് സൈൻ വൈ 0 ഇൻറ്റു 0 പ്ലസ് 0. അടുത്തത് ഫസ്റ്റ് റോ സെക്കൻഡ് കോളം. കോസ് എക്സ് ഇൻറ്റു മൈനസ് സൈൻ വൈ മൈനസ് കോസ് എക്സ് സൈൻ വൈ. അടുത്തത് കോസ് എക്സ് ഇൻറ്റു കോസ് വൈ പ്ലസ് കോസ് എക്സ് കോസ് വൈ 0 ഇൻറ്റു 0 പ്ലസ് 0. അടുത്തത് കോസ് എക്സ് ഇൻറ്റു 0 0 മൈനസ് സൈൻ എക്സ് ഇൻറ്റു 0 0 0 ഇൻറ്റു 1 0. ഇതേപോലെ രണ്ടാമത്തെ റോ ആദ്യത്തെ കോളം. സൈൻ എക്സ് ഇൻറ്റു കോസ് വൈ സൈൻ എക്സ് കോസ് വൈ പ്ലസ് കോസ് എക്സ് ഇൻറ്റു സൈൻ വൈ കോസ് എക്സ് സൈൻ വൈ പ്ലസ് 0 ഇൻറ്റു 0 0. അടുത്തത് രണ്ടാമത്തെ റോ രണ്ടാമത്തെ കോളം. സൈൻ എക്സ് ഇൻറ്റു മൈനസ് സൈൻ വൈ മൈനസ് സൈൻ എക്സ് സൈൻ വൈ പ്ലസ് കോസ് എക്സ് ഇൻറ്റു കോസ് വൈ കോസ് എക്സ് കോസ് വൈ പ്ലസ് 0 ഇൻറ്റു 0 0. ലാസ്റ്റ് വൺ സൈൻ എക്സ് ഇൻറ്റു 0 0 കോസ് എക്സ് ഇൻറ്റു 0 0 0 ഇൻറ്റു 1 0. അതായത് സെക്കൻഡ് റോയും തേർഡ് കോളം. അപ്പോ അത് 0 പ്ലസ് 0 പ്ലസ് 0 എന്നായിരിക്കും വരുന്നത്. അടുത്ത തേർഡ് റോ ഫസ്റ്റ് കോളം. തേർഡ് റോ ഫസ്റ്റ് കോളത്തിൽ 0 ഇൻറ്റു കോസ് വൈ 0 0 ഇൻറ്റു സൈൻ വൈ 0 1 ഇൻറ്റു 0 0. അടുത്തത് തേർഡ് റോ സെക്കൻഡ് കോളം. 0 ഇൻറ്റു മൈനസ് സൈൻ വൈ 0 ഇതും 0 1 ഇൻറ്റു 0 0. അടുത്തത് 0 0 1. അപ്പൊ 0 പ്ലസ് 0 പ്ലസ് 1 ആയിരിക്കും അവിടെ വരുന്നത്. അതായത് 0 ഇൻറ്റു 0 പ്ലസ് 0 ഇൻറ്റു 0 പ്ലസ് 1 ഇൻറ്റു 1. അവിടെ 1 വരും. അവിടെ ശ്രദ്ധിക്കണം, നിങ്ങളെല്ലാം 0 എഴുതി പോരുത്. അപ്പൊ മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞു. ഇനി നിങ്ങൾ ട്രിഗണോമെട്രിക് ഐഡന്റിറ്റി യൂസ് ചെയ്യണം. ട്രിഗണോമെട്രിക് ഐഡന്റിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കോസ് എക്സ് കോസ് വൈ മൈനസ് സൈൻ എക്സ് സൈൻ വൈ എന്നാണ് ആദ്യത്തെ വരുന്നത്. എന്താണ് കോസ് എക്സ് കോസ് വൈ മൈനസ് സൈൻ എക്സ് സൈൻ വൈ? നിങ്ങൾ പ്ലസ് 1 പഠിച്ച ട്രിഗണോമെട്രിക് ഐഡന്റിറ്റി ആണ്. കോസ് എക്സ് കോസ് വൈ മൈനസ് സൈൻ എക്സ് സൈൻ വൈ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കോസ് എക്സ് പ്ലസ് വൈ ആണ്. കോസ് എക്സ് പ്ലസ് വൈ ആണ് എന്തെന്ന് പറയുന്നത് കോസ് എക്സ് കോസ് വൈ മൈനസ് സൈൻ എക്സ് സൈൻ വൈ. ഞാൻ തന്നെയാണ് നിങ്ങൾ ഇത് പഠിപ്പിച്ചത്. അപ്പോ ഓർമ്മ ഉണ്ടാവണം എല്ലാവർക്കും. ഈ ഫോമിലേക്ക് ഇനി എല്ലാം ആവശ്യമുള്ളതാണ്, പഠിച്ചു വെച്ചോളണം. കോസ് എക്സ് കോസ് വൈ മൈനസ് സൈൻ എക്സ് സൈൻ വൈ എന്ന് പറഞ്ഞാൽ കോസ് എക്സ് പ്ലസ് വൈ. ഇതുപോലെ ഇതിന് ഞാനൊന്ന് ഇവിടെ എന്തോ ഒരു മിസ്റ്റേക്ക് വന്നല്ലോ. ഇവിടെ സൈൻ എക്സ് ആയിരുന്നു വരേണ്ടത്. മൾട്ടിപ്ലിക്കേഷനിൽ നിങ്ങൾ നോക്കിയാൽ മതി. എഴുതിയപ്പോൾ മിസ്റ്റേക്ക് വന്നതാണ്. സൈൻ എക്സ് ആണ് അവിടെ വരേണ്ടത്. അപ്പൊ മൾട്ടിപ്ലിക്കേഷനിൽ നിങ്ങൾ നോക്കിയാൽ മതി. ആ മൾട്ടിപ്ലിക്കേഷൻ എന്തായിരുന്നു?
ഫസ്റ്റ് റോ അല്ലേ. അപ്പൊ ഫസ്റ്റ് റോയിൽ എന്തായിരുന്നു, കോസ് എക്സ് മൈനസ് സൈൻ എക്സ് 0. ഇനി കോളം ഏതാണത് കിട്ടേണ്ടത്, സെക്കൻഡ് കോളം. സെക്കൻഡ് കോളത്തിൽ എന്തായിരുന്നു, മൈനസ് സൈൻ വൈ കോസ് വൈ 0. അപ്പോ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ ഇത് ഞാൻ ജസ്റ്റ് ഫസ്റ്റ് റോയും സെക്കൻഡ് കോളം ഇത് കിട്ടാൻ വേണ്ടിട്ട് കോസ് എക്സ് ഇൻറ്റു മൈനസ് സൈൻ വൈ മൈനസ് കോസ് എക്സ് സൈൻ വൈ മൈനസ് സൈൻ എക്സ് ഇൻറ്റു കോസ് വൈ മൈനസ്, ഇവിടെ ഒരു മൈനസ് ആണ് തെറ്റിപ്പോയി, അത് നിങ്ങൾ ശ്രദ്ധിച്ചോളണം. അത് അവിടെ ഒരു മൈനസിന്റെ പ്രശ്നം വന്നതാണ്. അവിടെ മാത്രം ചെറിയൊരു മിസ്റ്റേക്ക് വന്ന് നിങ്ങൾ ശ്രദ്ധിച്ചോളണം. ആ ഒരു എലമെന്റ് എന്ന് പറയുന്നത് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ ശ്രദ്ധിച്ചാൽ മതി. അപ്പോ ഇങ്ങനെ ആയിരിക്കും നിങ്ങൾക്ക് അവിടെ വരുന്നത്. അപ്പൊ നോക്കി ഇവിടെ മൈനസ് കോസ് എക്സ് ഇൻറ്റു കോസ് വൈ ഇല്ല സൈൻ വൈ മൈനസ് സൈൻ എക്സ് ഇൻറ്റു കോസ് വൈ. ഒരു മൈനസ് പുറത്തെടുക്കും. അപ്പൊ എന്ത് വരും, ഇത് ആദ്യം എഴുതി എന്നിട്ട് സൈൻ എക്സ് കോസ് വൈ, ഇതിൽ നിന്ന് മൈനസ് പുറത്തെടുത്താൽ പ്ലസ് കോസ് എക്സ് സൈൻ വൈ. എന്താണ് ഈ ഐഡന്റിറ്റി എന്ന് പറയുന്നത്, ഇത് ഐഡന്റിറ്റി കിട്ടുന്ന രീതിയിൽ എഴുതിയെന്നേ ഉള്ളൂ. അതുകൊണ്ടാണ് ഞാൻ രണ്ടാമത്തത് ആദ്യം എഴുതിയത്. സൈൻ എക്സ് കോസ് വൈ പ്ലസ് കോസ് എക്സ് സൈൻ വൈ. എന്താണത്, എന്തിന്റെ എക്സ്പാൻഷൻ ആണത്, മൈനസ് സൈൻ എക്സ് പ്ലസ് വൈയുടെ. ഈ മൈനസ് ഓൾറെഡി ഇവിടുത്തെ മൈനസ് ആണ്. സൈൻ എക്സ് കോസ് വൈ പ്ലസ് കോസ് എക്സ് സൈൻ വൈ എന്ന് പറയുന്നത് സൈൻ എക്സ് കോസ് വൈ നിങ്ങൾ പഠിച്ചിട്ടുണ്ട്. അപ്പോ സൈൻ എക്സ് പ്ലസ് വൈയുടെ എക്സ്പാൻഷൻ ആണ് സൈൻ എക്സ് കോസ് വൈ പ്ലസ് കോസ് എക്സ് സൈൻ വൈ എന്ന് പറയുന്നത്. ഇനി ഇത് സൈൻ എക്സ് കോസ് വൈ പ്ലസ് കോസ് എക്സ് സൈൻ വൈ നമ്മൾ ഓൾറെഡി പറഞ്ഞു സൈൻ എക്സ് പ്ലസ് വൈ. ഇനി ഇവിടെ അതാ ഇത് ഞാൻ ആദ്യം എഴുതി, ഇത് രണ്ടാമത് എഴുതി. അപ്പൊ എന്ത് വരും, കോസ് എക്സ് കോസ് വൈ മൈനസ് സൈൻ എക്സ് സൈൻ വൈ. ഒന്ന് അറേഞ്ച് ചെയ്തതേ ഉള്ളൂ. ഇത് ആദ്യവും ഇത് രണ്ടാമത് എഴുതി. എന്താണ് കോസ് എക്സ് കോസ് വൈ മൈനസ് സൈൻ എക്സ് സൈൻ വൈ നമ്മൾ പറഞ്ഞത് കോസ് എക്സ് പ്ലസ് വൈ. അപ്പൊ ഇതെല്ലാം ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ എന്ത് കിട്ടും നമുക്ക്, LHS ഈക്വൽ ടു എന്താണ്, കോസ് എക്സ് കോസ് വൈ മൈനസ് സൈൻ എക്സ് സൈൻ വൈ എന്ന് പറയുന്നത് കോസ് എക്സ് പ്ലസ് വൈ. ഇനി അടുത്തത് മൈനസ് പുറത്തെടുത്ത് നമ്മളിവിടെ ചെയ്ത് വെച്ചിട്ടുണ്ട് മൈനസ് സൈൻ എക്സ് പ്ലസ് വൈ. ഇനി അടുത്തത് ഇതെല്ലാം കൂടെ ആഡ് ചെയ്യുമ്പോൾ 0. അടുത്തത് ഇത് സൈൻ എക്സ് കോസ് വൈ പ്ലസ് കോസ് എക്സ് സൈൻ വൈ എന്തായിരുന്നു, സൈൻ എക്സ് പ്ലസ് വൈ. ഇനി അടുത്തത് ഇത് ചെയ്യുമ്പോൾ കോസ് എക്സ് കോസ് വൈ മൈനസ് സൈൻ എക്സ് സൈൻ വൈ എന്തായിരുന്നു, കോസ് എക്സ് പ്ലസ് വൈ. ഇവിടെ 0 0 1. ഇതായിരുന്നു നമ്മുടെ LHS എന്ന് പറയുന്നത്. ഇനി അടുത്ത RHS കിട്ടാനായിട്ട് RHS എന്തായിരുന്നു, എഫ് ഓഫ് എക്സ് പ്ലസ് വൈ ആയിരുന്നു. ഞാനൊന്ന് എഫ് ഓഫ് എക്സ് ഇവിടെ എഴുതാം. എഫ് ഓഫ് എക്സ് എന്ന് പറഞ്ഞാൽ എന്തായിരുന്നു, കോസ് എക്സ് മൈനസ് സൈൻ എക്സ് 0 സൈൻ എക്സ് കോസ് എക്സ് 0 0 0 1. അപ്പൊ ഇതായിരുന്നു നമ്മുടെ എഫ് ഓഫ് എക്സ്. ചോദ്യത്തിൽ തന്നിട്ടുണ്ടായിരുന്ന എഫ് ഓഫ് എക്സിന് പകരം എന്താണ് നടക്കുന്നത്, എഫ് ഓഫ് എക്സ് പ്ലസ് വൈ ആണ് നടക്കുന്നത്. എഫ് ഓഫ് എക്സിന് പകരം എക്സ് പ്ലസ് വൈ. അപ്പൊ ഇവിടെ എല്ലാം എക്സിന് പകരം നിങ്ങൾ എക്സ് പ്ലസ് വൈ കൊടുക്കും. അപ്പൊ എന്ത് വരും, എക്സിന് പകരം എക്സ് പ്ലസ് വൈ കൊടുക്കുമ്പോൾ എന്ത് വരും, കോസ് എക്സിന് പകരം എക്സ് പ്ലസ് വൈ കൊടുക്കുമ്പോൾ എക്സ് പ്ലസ് വൈ. അടുത്തത് മൈനസ് സൈൻ എക്സിന് പകരം എക്സ് പ്ലസ് വൈ കൊടുക്കുമ്പോൾ എക്സ് പ്ലസ് വൈ. അടുത്തത് 0. അടുത്തത് സൈൻ എക്സിന് പകരം എക്സ് പ്ലസ് വൈ കൊടുക്കുമ്പോൾ എക്സ് പ്ലസ് വൈ. അടുത്തത് കോസ് എക്സിന് പകരം എക്സ് പ്ലസ് വൈ കൊടുക്കുമ്പോൾ എക്സ് പ്ലസ് വൈ. അടുത്തത് 0 0 0 1. ഇതാണ് ആൻസർ. അപ്പൊ RHS LHS സെയിം അല്ലേ. അപ്പൊ നിങ്ങൾ നോക്കിയാൽ മതി, LHS RHS സെയിം ആണ്. അപ്പൊ ഇവിടെ നിങ്ങൾ അറിയേണ്ട ഒരു കാര്യമേ ഉള്ളൂ, ഐഡന്റിറ്റി ആണ്. കോസ് എക്സ് കോസ് വൈ മൈനസ് സൈൻ എക്സ് സൈൻ വൈ എന്ന് പറയുന്നത് കോസ് എക്സ് പ്ലസ് വൈ എന്ന് പറയുന്ന ഐഡന്റിറ്റിയും, അതുപോലെ സൈൻ എക്സ് കോസ് വൈ പ്ലസ് കോസ് എക്സ് സൈൻ വൈ എന്ന് പറയുന്നത് എന്താണ്, സൈൻ എക്സ് പ്ലസ് വൈ എന്ന് പറയുന്ന ഐഡന്റിറ്റി. ഇവിടെ ഒരു മൈനസ് പുറത്തെടുത്താലേ ആ ഐഡന്റിറ്റിയിലോട്ട് എത്തത്തുള്ളൂ. അപ്പോ ഇതൊന്ന് നോട്ട് ചെയ്യുക. നിങ്ങളെ ട്രിഗ്നോമെട്രിക് ഐഡന്റിറ്റീസ് ഒക്കെ ഒന്ന് ഇതിന്റെ കൂട്ടത്തിൽ നിങ്ങൾ പഠിച്ചു വരണം. ഇത് റിവൈസ് ചെയ്യണം. നമ്മുടെ ഇൻവേഴ്സ് ട്രിഗ്നോമെട്രിക് ഫംഗ്ഷൻസിൽ നമ്മുടെ ട്രിഗ്നോമെട്രിക് ഫംഗ്ഷൻസ് എല്ലാം അതിലെല്ലാ ഫോമുലയും നമുക്ക് ആവശ്യമുള്ളതാണ്. അപ്പൊ ഇപ്പോഴേ പഠിച്ചു തുടങ്ങുക. നിങ്ങൾ എനിക്ക് സ്കൂളിൽ പഠിച്ചതായിരിക്കും. ഈ ഫോമിലേക്ക് ഓർമ്മ ഉണ്ടാവേണ്ടതാണ്. അപ്പോൾ ഇതൊക്കെ എല്ലാം നോട്ട് ചെയ്യുക. ഫോമിലേക്ക് എല്ലാം സൈഡിൽ നോട്ട് ചെയ്ത് വേണം പോകാനായിട്ട്. അപ്പോൾ ഇത് കംപ്ലീറ്റ് നമ്മൾ ചെയ്തിട്ടുണ്ട്. LHS RHS വൃത്തിയായിട്ട് വേണം നോട്ടിൽ എഴുതി വരാനായിട്ട്. ഓരോ സ്റ്റെപ്പും മനസ്സിലാക്കി എഴുതാൻ. ഡൗട്ട് ഉള്ളവർ ചോദിക്കും. ഇത്രയേ ഉള്ളൂ ഇന്നത്തെ ക്ലാസ്.